എല്ലാവർക്കും പ്രഭാസ് വെജി വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ നാടൻ നേന്ത്രക്കായ കൊണ്ട് ഒരു മഞ്ചൂരിയൻ. ഞാൻ നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടിരുന്നു. അതിൻ്റെ കൂടെയും അതല്ലാതെയും ഇത് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കണ്ടുന്നത്. കായ കൊണ്ടുള്ള മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രക്കായാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം നേന്ത്രക്കായ ഞാൻ ചെറുതായിട്ട്, അതായത് 3 പീസായിട്ട് ഒരു കായ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ 4 പീസായിട്ട് അവിയലിനൊക്കെ അരിയുന്ന മാതിരി, പക്ഷെ കുറച്ച് തിക്കായിട്ടുള്ള പീസായിട്ടാണ് കേട്ടോ അരിയുന്നത്. ഒരുപാട് തിന്നായിട്ട് അരിയരുത്, അപ്പം അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നാവില്ല. തോലോടുകൂടി വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. ഇനി നമുക്കിതിനെ വേവിക്കാൻ വെക്കാം. നിറയെ വെള്ളത്തിൽ വേണം വേവിക്കാൻ. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടാൽ വേഗം വെള്ളം തിളക്കിട്ടോ. അപ്പം ഇത് തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇടാൻ. നിറയെ വെള്ളത്തിൽ വെച്ചിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ മതിയാവും. ഓവർ കുക്ക്ഡ് ആവാതിരിക്കണം. ഒരു ഹാഫ് ബോയിൽ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ എടുക്കാം. ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. ഇപ്പൊ ഇതായിട്ടുണ്ട് കണ്ടോ, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. മഞ്ഞപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമേ ഇല്ല ഇതില്. ഇതിപ്പോ ആയിട്ടുണ്ട്, തോലൊന്നും പുറത്ത് വന്നിട്ടില്ല കണ്ടോ. അപ്പൊ ഇനി ഇതിനെ നമുക്ക് ഒന്ന് തണുത്തിട്ട് വേണം ബാറ്ററിലേക്ക് ഇടാനായിട്ട്. തണുക്കാൻ വെക്കാം. നമുക്കിനി ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടാം. നമുക്ക് ഗോതമ്പ് പൊടി വേണ്ടവർക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, പക്ഷെ ഇത്ര ക്രിസ്പിനെസ് കിട്ടില്ല എന്ന് മാത്രം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ഒഴിക്കുന്നത്. സോയാ സോസ് ഒന്നും ഒരുപാട് ആവശ്യമില്ല കേട്ടോ. 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി പേസ്റ്റ് ഇല്ലാത്തവർക്ക് ചില്ലി സോസോ അല്ലെങ്കിൽ ചില്ലി പൗഡറോ ഇടാം കേട്ടോ. ചില്ലി സോസ് ആണ് ഇടുന്നതെങ്കിൽ കുറച്ചിട്ട് വേണം സോയാ സോസ് ഒഴിക്കാൻ. അതിന്റെയും ഒരു പുളിയുണ്ട്. ഇത് അധികം തിന്നല്ലാത്ത കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഒട്ടും ലംസ് ഇല്ലാതെ വേണം. ഇത് കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള ഹാഫ് ബോയിൽ ആയിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിടാം. ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആ ബാറ്ററൊക്കെ നല്ലവണ്ണം പിടിക്കും. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓയിൽ വെച്ച് നല്ലവണ്ണം ചൂടാവട്ടെ. ഓയിൽ നല്ലവണ്ണം ചൂടായി ഓയിലിലേക്ക് വേണം ഇതിടണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഒന്നൊന്നായി എവിടെയും തമ്മിൽ ഒട്ടാത്ത വിധത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഈസി ആയിട്ട് എടുത്തെടുക്കാം. ഇല്ല എങ്കിൽ പീസ് ആക്കേണ്ടി വരും. അപ്പൊ ഇതിനെ നമുക്ക് നല്ലവണ്ണം ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ തന്നെ വറുത്തിട്ട് ഈ സ്നാക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആണ്. ഇത് വെറുതെ കഴിക്കാനും നന്നായിരിക്കും. ഈ മഞ്ചൂരിയന്റെ മിക്സ് ഒന്നും റെഡിയാക്കാതെ തന്നെ ഇങ്ങനെയും ഈ കായ ഫ്രൈ കഴിക്കാം. അത് നല്ലൊരു ടേസ്റ്റ് ഡിഷ് തന്നെയാണ് കേട്ടോ. ഈവനിങ് ചായയുടെ കൂടെ, അല്ല എങ്കിൽ ഈവനിങ് നമുക്ക് ഡിന്നറിന്റെ കൂടെ, അല്ല എങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ കൂടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പൊ ഇത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നല്ലവണ്ണം മുള്ളൊക്കെ കുക്ക് ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി മഞ്ചൂരിയന്റെ മിക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. നല്ലവണ്ണം ഓയിൽ വേണം, എന്നാലേ നന്നാവുള്ളൂ. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, നല്ല ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ജിഞ്ചറും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം സോട്ട് ചെയ്യണം, ഗോൾഡൻ ഒന്നും ആവണ്ട. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ചോപ്പ് ചെയ്തിട്ടുള്ള ഒനിയൻ ഇട്ട് കൊടുക്കാം. അതും ചെറുതായാണ് കേട്ടോ ചോപ്പ് ചെയ്തിരിക്കുന്നത്. അതും നല്ലവണ്ണം സോട്ട് ആവണം. ഗോൾഡൻ കളർ ആവണ്ട അത്ര വേണ്ട, എന്നാലും പച്ചമണമൊക്കെ നല്ലവണ്ണം മാറണം. അതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഇത്തിരി സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എരിവ് ഇത്ര വേണ്ടെങ്കിൽ കുറയ്ക്കാട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സോയാ സോസിലും കായ ഫ്രൈ ചെയ്തതിലും ഒക്കെ ഉപ്പുണ്ടാവും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഇതാ ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ഗ്രീൻ കാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെയും ഗ്രീൻ കാപ്സിക്കം സ്പ്രിംഗ് ഒനിയൻ ഒന്നും ഇട്ടിട്ട് ഒരുപാട് നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു 2 മിനിറ്റ് ഞാൻ സോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചൈനീസ് ഡിഷസ് ആയിട്ടുള്ള ഈ മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ. അതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ ആണ്. അങ്ങനെ ഒരു 2 ടീസ്പൂൺ സോയ സോസിനെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റും. ചില്ലി പേസ്റ്റ് ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ ചില്ലി പൗഡറോ അല്ല എങ്കിൽ ചില്ലി സോസോ ഒഴിക്കാം. ചില്ലി സോസ് ഒഴിക്കുകയാണെങ്കിൽ സോയ സോസിന്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കേണ്ടി വരും കേട്ടോ.
ഇതിനെ നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചില്ലി പേസ്റ്റും സോയാ സോസും ഒക്കെ ഇതിലേക്ക് നല്ലവണ്ണം മിക്സ് ആവണം. ഇനി ഞാൻ ആ ഫ്രൈ ചെയ്തിട്ടുള്ള ബനാനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇതിലിപ്പോൾ ഞാൻ കോൺഫ്ലോറിന്റെ മിക്സ് ഒന്നും ഇടുന്നില്ല. കാരണം കോൺഫ്ലോറിന്റെ വെള്ളമൊഴിച്ച് മിക്സ് വെച്ച് ആക്കി കഴിഞ്ഞാൽ ഈ കായ ഫ്രൈന്റെ ടേസ്റ്റ് കുറച്ച് സോഗിയായി പോകും. ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. അത് പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതില് ആ സോയാ സോസും ചില്ലി പേസ്റ്റും ഒക്കെ ടേസ്റ്റ് ഒക്കെ ഇതിലേക്ക് പിടിക്കണം. കുറച്ചും കൂടി ഞാൻ സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ കായയിലൊക്കെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് യോജിക്കുന്നവരെ നമ്മളതിനെ മിക്സ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലവണ്ണം നല്ല ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റോളം ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ ഇതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിഭവവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇന്നലെ ഞാനൊരു ഫ്രൈഡ് റൈസിന്റെ വീഡിയോ ഇട്ടിരുന്നു. അതിന്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.